ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ദൈവത്തിനൊക്കെ ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഫാദർ, ഈ പള്ളിയിലത്തെ അച്ഛന്മാരുണ്ടല്ലോ, അവരുടെ ത്രൂ അല്ല, ബൈബിൾ വായിച്ചിട്ടല്ല, ഒന്നുമല്ല. എൻ്റെ ലൈഫിൽ ഞാൻ ദൈവത്തിനെ അറിഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ജേണിയിൽ എൻ്റെ വിഷമം നിറഞ്ഞ ആ ജീവിതത്തിൽ കൂടെ എൻ്റെ വളരെ ചെറുതിൽ തന്നെ മനസ്സിലില്ലേ എനിക്ക് ദൈവത്തിനെ അറിയായിരുന്നു. അപ്പോൾ ദൈവത്തിനെ പറ്റി ആരും പറഞ്ഞു തരാനോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വിഷമത്തിൽ കൂടെ എനിക്ക് വിളിക്കാൻ, എൻ്റെ മനസ്സ് വിഷമിക്കുമ്പം ദൈവമേ നീ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സെന്ന് പറയാറുണ്ടായെന്ന് തോന്നുന്നു, എൻ്റെ ചെറിയ ഓർമ്മയിൽ. അപ്പോഴൊക്കെ മനസ്സിൽ ദൈവം ഓരോരോ സ്വപ്നങ്ങൾ തരുമായിരുന്നു. ഞാൻ അപ്പം ഇരുന്നിങ്ങനെ സ്വപ്നം കാണും ചെറുതൊട്ടെ. പക്ഷെ ഇന്നും ആ സ്വപ്നങ്ങളൊന്നും നിറവേറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നും ലാക്ക് ചെയ്തിട്ടില്ല. അത് ദൈവം കാരണമല്ല, ആൾക്കാരെ കാരണമല്ല. മനസ്സിലില്ലേ, ആൾക്കാർ പൊട്ടന്മാർ, അവരങ്ങനെ പലതും വിചാരിക്കും. അവരെന്താണെന്ന് വെച്ച് വിചാരിച്ച് പോട്ടെ എന്ന് ചിന്തിക്കുന്നവരല്ല ഞാൻ. അപ്പം നിങ്ങൾക്ക് ദൈവത്തിനെ അറിയണമെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. മനസ്സിലില്ലേ, ദൈവത്തിനെ അറിയണമെങ്കിൽ വെറുതെ മനസ്സ് തുറന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് അങ്ങേ അറിയാൻ താല്പര്യമുണ്ട്, മനസ്സിലില്ലേ, പ്ലീസ് റിവീൽ ടു മീ. അത് എനിക്ക് അങ്ങേ അറിയാനുള്ളൊരു ഇത് ചെയ്തത്. അങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അതാണ് വളരെ വലിയൊരു സത്യം, അതാണ്, മനസ്സിലില്ലേ. പിന്നെ നമുക്കിപ്പം ആൾക്കാരോട് ഇപ്പോൾ ഞാൻ ഇപ്പോഴും ബൈബിളൊന്നും എനിക്ക് അറിയത്തില്ല, ഒന്നുമില്ല. പക്ഷേ എൻ്റെ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ങാണ്. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഫീൽ ചെയ്യുന്നത്, മനസ്സിലില്ലേ, മനുഷ്യന്മാരെയും കാട്ടി കൂടുതൽ ഫീൽ ചെയ്യുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തിനെ എൻജോയ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, മനസ്സിലില്ലേ. പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ തെറ്റിയാത്ത ഒരു മനുഷ്യൻ, നമുക്ക് ഒരു മനുഷ്യനും വന്നിട്ട് ദൈവമാകാൻ പറ്റില്ല. നമ്മുടെ മരണം വരെ നമ്മൾ മനുഷ്യരായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ, മനസ്സിലില്ലേ. വി ആർ ഓൾവേസ് വീക്ക്, മനസ്സിലില്ലേ. നമുക്കൊരിക്കലും സ്ട്രോങ് ആകാൻ പറ്റില്ല. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ ഉള്ളൂ, മനസ്സിലില്ലേ. അപ്പോൾ ആൾക്കാർ ഇന്നും വന്നിട്ട് ആൾക്കാർ ഇപ്പോൾ നമ്മൾ ദൈവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, നീ എന്തിനാണ് ദൈവത്തിന് പറയുന്നത്, നിനക്ക് ആ സ്വഭാവമില്ലേ, ഈ സ്വഭാവമില്ലേ. അപ്പം ദൈവം വന്നിട്ട് ഒരു ഉത്തമനെയും ചൂസ് ചെയ്യുന്നില്ല, മനസ്സിലില്ലേ. തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ദൈവം ചൂസ് ചെയ്യുന്നത്, മനസ്സിലില്ലേ. ബിക്കോസ് വി ആർ ചൂസൺ പീപ്പിൾ, വി ആർ കോൾഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്, മനസ്സിലില്ലേ. ദൈവത്തിൻ്റെ മക്കളായ കാരണം തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ആൻഡ് ഐ ലൈക്ക് ടു റെക്കഗ്നൈസ് മൈസെൽഫ് ആസ് എ വെസൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു പാത്രമായിട്ട്, ഒരു വെസൽ എന്ന് പറയില്ലേ, അതായിട്ടിരിക്കാനാണ് എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പം നമ്മളൊക്കെ നാളെ, ഞാൻ പള്ളിയിൽ പോലും പോകാറില്ല.